കത്തി വേണ്ട കണ്ട. ഹലോ ഹലോ ഗൈസ്, ഞാനിത് ഇപ്പോൾ ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി കണ്ടില്ലേ? ഇഞ്ചി നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ മണ്ണുണ്ടാവും, അതുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ബ്രഷ് കൊണ്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ കഴുകി വൃത്തിയാക്കാം കേട്ടോ. വെള്ളത്തിൽ ഇതാ കണ്ടില്ലേ മണ്ണ് കണ്ടില്ലേ? ഇതാ കേട്ടോ, പറിക്കുമ്പോഴുള്ള മണ്ണാണിത്. അപ്പോൾ ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കിയപ്പോഴാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇത് അങ്ങനെ നമ്മൾ ബ്രഷ് കൊണ്ട് ഈ ബ്രഷ് ഞാനിങ്ങനെ വളച്ചെടുത്തതാട്ടോ. കാരണം മിക്സിയുടെ ഉള്ളിലൊക്കെ നമുക്ക് വൃത്തിയാക്കാം. ഞാനത് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ ഇടുക്കിലൊക്കെ കുറേ ചെടിയൊക്കെ ഉണ്ടാവില്ലേ, അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയാലും പോവില്ല. അപ്പോൾ ഇങ്ങനെ കഴുകി വൃത്തിയാക്കുക. ഇനിയുണ്ട്, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. ഇനിയുണ്ട്, കോപ്പി ചെയ്യട്ടോ. നന്നായിട്ട് ഉണക്കിയെടുക്കണം ആദ്യം തന്നെ കേട്ടോ. ടിഷ്യൂ കൊണ്ടോ എന്നുണ്ടെങ്കിലൊക്കെ തുടച്ചാൽ മതി. ഇതേ കണ്ടില്ല അഴുക്ക്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അതിലേക്ക് കളയാം, അങ്ങോട്ടേക്കാണ്. ഇതാ ഇതുകൊണ്ട് നമ്മൾ തൊലി നന്നായിട്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ കളയുക. തൊലി വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടും കളയാം കേട്ടോ. സ്പൂണ് നല്ല ഷാർപ്പായിട്ടുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തൊലി കളയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ സ്പൂൺ എടുത്തിട്ട് കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കളയാം. അപ്പോൾ ഇതിൻ്റെ ഇടുക്കിലുള്ളൊക്കെ ചെളിയൊക്കെ പോവും. മറ്റത് ഇഞ്ചിയെ കൊണ്ടുവന്നാൽ നമ്മൾ പെട്ടെന്ന് ചീത്തയാവും. നമ്മളുടെ വീട്ടിൽ നിന്ന് പറിച്ചാലും അതേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും, ചുക്കായി പോവും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അതിന് ഉള്ളൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ. ഓഫ് ചെയ്തോളൂ. തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പറിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവനും ഒപ്പിയെടുത്തതിന് ശേഷം കുറച്ച് ഞാൻ തൊലി കളയാതെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഗ്ലാസിൻ്റെ കുപ്പിയാണെങ്കിൽ അതിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ടിഷ്യൂ വെച്ചു. എന്നിട്ട് നമുക്ക് ഇതേ തൊലി കളഞ്ഞതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ഇത്തിരി ചീത്തയായതാണ്, വല്ലാണ്ട് ചീത്തയായത്. വാങ്ങിക്കുമ്പോൾ തന്നെ ചീത്തയായതാണിത്. ഇത് അതിലിട്ടാൽ ശരിയാവില്ല, ചിലപ്പോൾ മറ്റതും കൂടി കേടുവരും. തൊലി കളഞ്ഞത് കൊണ്ട് കളയാത്തതുകൊണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കഴുകിയൊക്കെ വൃത്തിയാക്കിയതല്ല. എന്താ ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.